ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, എല്ലാവരും കൂടി ഒന്ന് ഒരു ഗെറ്റ് ടുഗദർ നടത്തിയതാണ്. അടിച്ചു പൊളിച്ചിട്ട് നല്ല രസമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കാണാൻ. ഞങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് സ്കൂളിലുണ്ടായിരുന്ന ആൾക്കാരാണ്, വേണമെങ്കിൽ കണ്ടോളി. ഏയ് നന്നായി. അതെ ആരിഫ ജ്യോതി പെൺകുട്ടിയെ ഇഷ്ടായി എന്ന് വെച്ചാ നോക്കിക്കോളും. നടക്കാനൊക്കെ പറയൂ, എന്നാലേ അറിയുള്ളൂ. ആ നെന്നുണ്ട്, രണ്ടാളെയും കൂടി കണ്ടോളൂ. ഒരു ചെക്കനേ ഉള്ളൂ, രണ്ട് പെണ്ണുങ്ങൾ കാണാനോ? എന്താ അത് ശരിയാവില്ലേ? കാണട്ടെ. ഇതാ ഒരു പെൺകുട്ടീന്റെ കണ്ടോളൂ നേരെ. ആർക്കേലും വന്നാ വയറുള്ള ഭർത്താവ്. അതെ, എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം? അയ്യോ പണിയാവില്ലേ? എങ്ങനെ കൊണ്ടായാൽ നമുക്ക് പണിയാവില്ലേ? പിന്നെ പാട്ട് ഡാൻസ് ഒക്കെ അറിയോ? പാട്ട് ഡാൻസ് ഒക്കെ അറിയോ? ആ വെയില് കുറച്ച് ഇങ്ങോട്ടിരിക്കടി, വെയില് കാരണം കാണില്ല. എടി വെയില് കാരണം കിട്ടുന്നില്ല. പിന്നെ അവള് പറയുന്നോട് നിന്റെ കിട്ടിയില്ല. ആ ഒക്കെ പറയാവള്. അത് ഉടുപ്പിക്കാൻ അടുത്തുള്ളവരെ കൊണ്ടുപോയി ഒരു പ്രാവശ്യം അയ്യപ്പന്റെ പറഞ്ഞാലിന് ഒപ്പനൊക്കെ അറിയോ? കുട്ടി പറഞ്ഞത് ശരിയല്ല, കഴിക്കാൻ മാത്രമേ ഞാൻ പോകുള്ളൂ. അതെ, നമുക്ക് ശരിക്കും റാഗ് ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്ന അനുസരിക്കുന്ന കെട്ടിയോണ്ടായിരിക്കണം. ഞാൻ പഠിച്ച വരയ്ക്കാൻ പിന്നെ നമുക്ക് റാഗ് ചെയ്യാം കേട്ടോ. ഒന്ന് പിടിക്കുന്നത് ഞാനൊന്ന് വരട്ടെ. ജയ് പോയിരിക്കേ. ഇതിന് ഉമ്മ വെച്ചോ, ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടിച്ചൊക്കെ ചെയ്തോ. പക്ഷെ വെയിലാണ്, വെയില്. അതാണ് വിളിച്ചിരുത്തിയതില്ല, ഇന്റർവ്യൂ നടത്തിയത്. ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ആരിഫയുടെ ഇതിന് തരണമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ അന്ന് വേറെ വേറെ കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ നീങ്ങിപ്പോയി. ആദ്യം ഒരു പുസ്തകം പ്രകാശനം അപ്പൊ വിചാരിച്ചതാണ്, അതൊന്നും സാധിച്ചില്ല. കുറച്ചൊക്കെ വേണ്ടിയിട്ടാണ്.
അപ്പൊ ആരെടുക്കുക? ചിന്തിക്കാൻ നിന്നെ ഞാൻ ഇന്നാള് ഇനി ഞങ്ങളെല്ലാവരും കൂടി കൊട്ടാരത്തിലേക്ക് പോവാണ് ഭക്ഷണം കഴിക്കാൻ. എവിടെ ആരിഫ? ആ കണ്ടു കണ്ടു കണ്ടു. വേണ്ട അതെ. അല്ല ആരിഫ പറഞ്ഞിട്ടുണ്ടോ അവിടെ? അവിടെ പറഞ്ഞിട്ടുണ്ടോ? പോണോ? ബാറിലേക്ക് പോണോ? അടുത്തോ ഇല്ല ഇല്ല പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞു. ലഞ്ച് മാത്രം പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു ആരിഫയ്ക്ക് 2 മണിക്ക് പോകണം. ഞാൻ എൻ്റെ അമ്മയുടെ ഗെറ്റ് ടുഗദർ ചിലപ്പോ വന്നു കഴിഞ്ഞാൽ അത് അടിപൊളിയാവും. അറിയോ മറ്റേതിന്റെ ഇടയിൽ വേറെ കാട് വരില്ലേ? ആ വരില്ല. പക്ഷെ ഇതന്നൊരു കാടാണേ. ഇതൊന്നും എടുക്ക് ജ്യോതി, ഇങ്ങനെ എടുക്ക്. ഫോട്ടോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കൂടെ വേണം. കൈ കഴുകട്ടെ. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കൊട്ടാരത്തിൽ, ഒറ്റപ്പാലം കൊട്ടാരത്തിൽ. യൂട്യൂബ് കണ്ടോ? ചിക്കൻ ബിരിയാണി, പിന്നെ നോർമൽ റൈസ്, വൈറ്റ് റൈസ് വേണ്ട, ഷുഗർ ഉള്ളതുകൊണ്ടേ. ബിരിയാണി വെച്ചാൽ കുഴപ്പമില്ല ഷുഗറിന്.
അതെ, ചോറ് മാത്രമേ പ്രശ്നമുള്ളൂ. ചില്ലി കൊതി നോക്കട്ടെ, ഞാൻ പറയാം. കഴിഞ്ഞ വീഡിയോ അമ്മയുടെ കുട്ടീനെ കണ്ടില്ല, ജ്യോതിയുടെ പേര് കുറച്ച് ബിരിയാണി. അയ്യോ വേണ്ട. അല്ലേ മറ്റേ കുട്ടി കല്യാണം കഴിഞ്ഞില്ലേ, അത് ഞാൻ വിളിച്ചതായിരുന്നു കേട്ടോ, പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് പേഴ്സണലായിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഇങ്ങനെ മീറ്റ് അല്ല, കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോ ശോഭയ്ക്ക് പുതിയ പുതിയ വേർഡ്സ് അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ കല്യാണം ഉണ്ടാവും, അതിനെ പോയി. ബിന്ദു ഇനി എന്നാ എവിടേക്കാ പോവുക? സിനിമയ്ക്ക് എങ്ങനെ പോവുക? ഇനി എന്തെങ്ങനെ ഇനി ഭർത്താവിൻ്റെ കൂടെ പോകണ്ട, വോയിസ് റെക്കോർഡ് ചെയ്ത് അപ്പൊ ഞാൻ എന്റെ തലേന്നത് ഒഴുകി. ആരായാലും മടിയില്ല, അത് ആണായാലും മടിയില്ല. വിഷയം അതെന്താ അതിരുടെ ഇടയിൽ കടന്നിട്ടുണ്ടായത്. പിന്നെ നമ്മൾ കളിച്ചു വളർന്ന കുട്ടികളുടെ കൂടെയാണ്. ഇപ്പോഴത്തെ ചുറ്റുപാടത്ത് ഇപ്പോഴും വന്ന് ആൾക്കാരുണ്ട്. അവരവർ കാര്യമായിട്ട് പറഞ്ഞെടുക്കുന്നത് നമ്മൾ ഗണപതിയെ പഠിച്ചിട്ടില്ല, കണ്ടു കണ്ടു അങ്ങോട്ടൊക്കെ എത്തിയോ? പിന്നെന്താ അതെയാ ബിന്ദു എനിക്ക് കിട്ടുക? നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു.
ഒരു ദിവസമൊക്കെ നിൽക്കുന്ന അതാണ്. ആരോ ഞാൻ ഏതോ പൂരപ്പാട്ടിൽ എവിടെയോ മുഴുവനും വയറലാന്ന് അതെ ആണ്. അതെ സിന്ധു കൂടി വേണം. ഇപ്പോഴും സിന്ധു കൂടി ശരിയാവാ. സിന്ധു സിന്ധു നമ്മുടെ സിന്ധു ബിന്ദുവും സിന്ധു അല്ല നമ്മുടെ സിന്ധുവേ അവളെ പറ്റിയ അതന്നെ അങ്ങനെയുള്ള വൈബുകളോടെ കിട്ടിയാലേ കാര്യമുള്ളൂ. നമ്മളിപ്പോ എന്തിനാ പോണത് സന്തോഷിക്കാൻ. അതെ അതെ അതെ. ശരിക്കും പറയാത്തോണ്ടാണ്. ഏത് ഓമക്കായ ഉണ്ടായില്ല. തണ്ണിമത്തം കഴിച്ചു. എനിക്ക് ഓമക്കായ കിട്ടിയില്ല. മഹാലക്ഷ്മി പോയോ? ശ്രീനിഷടി ഏകദേശം സ്ഥലമായി. മഹാലക്ഷ്മി പോയോ? അവള് കമന്നടിച്ച് വീണു. ശാന്തി ബാങ്കിലാണ്. ഇവിടെ ഒന്നല്ല. അവള് അവിടുത്തെ അതൊന്നും ഇങ്ങോട്ട് പോന്നിട്ടില്ല കേട്ടോ. ശരിക്കും ഇവിടെ ആയിട്ടില്ല. അതെ ബാങ്ക് മാനേജ് എന്നാലും ബാങ്കില് മാനേജറുടെ ആ ഒരു മൈൻഡിലാണ് ഇപ്പോഴും. മുഴുവൻ പോന്നിട്ടില്ല, കുറച്ചേ പോന്നിട്ടുള്ളൂ. ഒറ്റപ്പാലത്ത് അത്ര തന്നല്ലേ അല്ലേ? ഓ അതുകൊണ്ടാണ് നീ അത്ര കാര്യമായി ചോദിച്ചില്ലേ? ബിന്ദു കഴിഞ്ഞോ? ഇവരൊക്കെ ടീച്ചർമാരും മാഷന്മാരും 3 പേരെയും ഭാര്യമാരും. ഒരാള് കട്ട വെയിറ്റിംഗിലാണ് ഐസ്ക്രീം കിട്ടാൻ. ശോഭന് കട്ട വെയിറ്റിംഗിലാണ് ഐസ്ക്രീമിന്. ചിക്കൻ അല്ല ബിരിയാണിന്റെ പൈസ കൊണ്ടേ വിഷമുണ്ട്. അത് കേറിഞ്ഞ അതിന്റെ പണിയിലല്ലാരും ബന്ധമുണ്ടാക്കി ഐസ്ക്രീമും ഫ്രൂട്ട്സും കൂടി ബന്ധമുണ്ടാക്കി ബന്ധത്തിന്റെ പണിയിലാണ്. അതെ നായയുടെ കാലം എത്ര കാലം കുഴലിട്ടിട്ട് യാതൊരു കാര്യമില്ല. ബിന്ദു 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 അത് അങ്ങനെ കഴിക്കുമ്പോൾ രസമുള്ളൂ. കുറച്ച് കഴിച്ചാൽ അതെന്താ ചെയ്യാ. അപ്പൊ ഞങ്ങള് കൊട്ടാരത്തിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഇറങ്ങി. അതെ എല്ലാരും വരിക അല്ലേ? ആദ്യം എന്നോട് പറയണല്ലേ? ആ ഉണ്ട് 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 കുറച്ചൊക്കെ. അതാണ് ആ ജോലിയോടുള്ള ആത്മാർത്ഥത. അതാണ്
അപ്പം എല്ലാവരും ഒന്ന് ബൈ പറഞ്ഞോളൂ. ഞങ്ങളുടെ ഗെറ്റ് ടുഗദറൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ വീണ്ടും കാണും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. ശാന്തി ബൈ. അതാ വീഡിയോ തന്നെ ഇപ്പം എടുത്തോണ്ടിരിക്കുക കേട്ടോ. എന്താച്ചാ കാട്ടിക്കോളി നിങ്ങളൊന്നും പറഞ്ഞ അനുസരിക്കുന്നവരല്ല.